അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു, അവിടുത്തെ സാന്നിധ്യവും ഉപദേശവും ഒരുപാട് പേർക്ക് സമാധാനമായിരുന്നു. പലരും ശ്രമിച്ചിട്ടും പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത പ്രശ്നങ്ങൾ അവിടുത്തെ ഉപദേശം വഴി പ്രശ്നപരിഹാരം ഉണ്ടായതായി കാണാം. പ്രണയത്തിൽ അകപ്പെട്ട് നൊന്ത് പ്രസവിച്ച മാതാവിനെയും ജീവനു തുല്യം സ്നേഹിച്ച ഉപ്പയെയും വിട്ട് മക്കൾ കാമുകന്മാരുമായി ജീവിക്കുന്നത് പതിവ് കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് തീർപ്പാക്കിയത് നമ്മെ അത്ഭുതപ്പെടുത്തും. മലപ്പുറം ജില്ലയിലാണ് സംഭവം. ഒരു മുസ്ലിം യുവതി അന്യമതസ്ഥനുമായി പ്രണയത്തിലായി. എന്നാൽ മാതാപിതാക്കളും ബന്ധുക്കളും അവളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. കൗൺസിലിംഗ് നടത്തി. നിരാശയായിരുന്നു ഫലം. അവസാനം ഈ കേസ് കോടതിയിലും എത്തി. കോടതിയിൽ എത്തിയപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ കാമുകനുമായി ഒന്നിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അതോടൊപ്പം എനിക്ക് എൻ്റെ മാതാപിതാക്കളും വേണം. അപ്പോൾ ജഡ്ജി പറഞ്ഞു, ഇത് ശരിയാവില്ല, ഒന്നുകിൽ കാമുകൻ അല്ലെങ്കിൽ മാതാപിതാക്കൾ. ഈ പശ്ചാത്തലത്തിൽ ഈ കേസിന് വിധി പറയാനാവില്ല. കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു. അന്നേക്ക് ചിന്തിച്ച് ഒരു തീരുമാനത്തിൽ എത്തുക. മുസ്ലിം യുവതി വീട്ടിലെത്തി. മാതാപിതാക്കളും ബന്ധുക്കളും അവളെ വീണ്ടും ഉപദേശിച്ചു. ദീനിന്റെ സരണിയിലേക്ക് കൊണ്ടുവരാൻ ഉപദേശിച്ചു. പക്ഷേ ആരെന്ത് പറഞ്ഞിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. മാതാപിതാക്കളും ബന്ധുക്കളും നിരാശരായി. കേസ് വിധി പറയാൻ മാറ്റിവെച്ച തീയതി അടുത്തു വന്നു. മാതാപിതാക്കൾക്ക് ആദിയായി. പിന്നെയും അവർ അവളെ ഉപദേശിച്ചു. പക്ഷേ അവൾ ചെവികൊണ്ടില്ല. അവസാനം ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ ഒരു മുഹിബ് അവളുടെ മാതാപിതാക്കളോട് പറഞ്ഞു, ഇതിന് ഒരു വഴിയുണ്ട്. നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് ഇവളെ ഉസ്താദിന്റെ സമീപത്ത് എത്തിക്കാം. എന്നാൽ അവളുടെ കുടുംബം ഉൽപ്പതിഷ്ണുക്കളായിരുന്നു. അതുകൊണ്ട് പകൽ വെളിച്ചത്തിൽ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ അരികിലേക്ക് പോകുന്നത് തന്നെ ആ കുടുംബത്തിന് ഒരു കുറച്ചിലായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഉസ്താദിന്റെ മുഹിബ് പറഞ്ഞു, നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ ഉസ്താദിനെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ആ കുടുംബം സമ്മതിച്ചു. ഇതുപ്രകാരം ഒരു ദിവസം പുലർച്ചെ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിനെയുമായി മുഹിബ് അവളുടെ വീട്ടിലെത്തി. അവളുടെ ആദർശ പശ്ചാത്തലമെല്ലാം മുഹിബ് ഉസ്താദിനോട് വിവരിച്ചിരുന്നു. ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് അവളുടെ വീട്ടിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഇവൾ നല്ല കുട്ടിയാണ്, ഇവൾ സമുദായത്തെ വഞ്ചിക്കില്ല. തുടർന്ന് അവൾക്ക് മനസ്സിൽ പതിയുന്ന ചില നസീഹത്തുകൾ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് കൊടുത്തു. പിന്നീട് അവളുടെ കുടുംബത്തോട് പറഞ്ഞു, ഇവളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഒരു ചെറിയ മുസ്ഹഫ് അവളുടെ കയ്യിൽ കൊടുക്കുക. ജഡ്ജിയുടെ മുമ്പിൽ കൂട്ടിൽ കയറുമ്പോഴും ഈ മുസ്ഹഫ് അവളുടെ കയ്യിൽ ഉണ്ടാവണം. എന്നാൽ പിശാചിന്റെ ഉപദ്രവം മൂലം അവൾക്ക് മനച്ചാഞ്ചല്യം ഉണ്ടാവുകയില്ല. ഉസ്താദിന്റെ നിർദ്ദേശത്തോടെ ആ കുടുംബം അവളെയുമായി കോടതിയിൽ എത്തി. പോകുമ്പോഴും അവളുടെ മനസ്സ് അവന്റെ കൂടെ ജീവിക്കണം എന്ന ചിന്തയിൽ തന്നെയായിരുന്നു. കുടുംബം കോടതിയിലെത്തി. കേസ് വിചാരണക്ക് അമുസ്ലിമായ അവളുടെ കാമുകനും അവളും ജഡ്ജിയുടെ മുമ്പിൽ കൂട്ടിൽ നിൽക്കുന്നു. ജഡ്ജി അവളോട് ചോദിച്ചു, നീ ആരുടെ കൂടെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഹൃദയം പൊട്ടുന്ന ചോദ്യം. അപ്പുറത്ത് അമുസ്ലിമായ കാമുകൻ അവളുടെ മറുപടിക്ക് കാതോർത്തിരിക്കുന്നു. പരിസരം ശാന്തം. അവൾ 4 ഭാഗത്തേക്കും നോക്കി. തുടർന്ന് അവൾ ജഡ്ജിയോട് പറഞ്ഞു, ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കേൾക്കേണ്ട താമസം കാമുകൻ കോടതിയിൽ ബോധരഹിതനായി വീണു. അവളുടെ അരികിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു മറുപടി അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രണയത്തിലായ കാലത്ത് അവൾ ജീവിക്കുകയാണെങ്കിൽ അവന്റെ കൂടെ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് അവന് അവൾ ഉറപ്പു കൊടുത്തിരുന്നു. മകളെ അന്യമതസ്ഥന്റെ കൂടെ പോകാതെ തിരിച്ചു കിട്ടിയതിൽ കുടുംബം അള്ളാഹുവിനെ സ്തുതിച്ചു. ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന് ഒരുപാട് നന്ദികൾ പറഞ്ഞു. ഇവിടെയാണ് ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ സാന്നിധ്യത്തിന്റെയും തലോടലിന്റെയും ഉപദേശത്തിന്റെയും വില. ഉസ്താദിന്റെ സാന്നിധ്യവും ഉപദേശവും തലോടലുമാണ് അവളുടെ മനസ്സ് മാറ്റിയത്. ഇന്നും അവൾ ജീവിക്കുന്നു ഇസ്ലാമിക സൽപാന്താവിലൂടെ. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തോടൊപ്പം ജന്നാത്തുൻ നഈമിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.